ഡിയർ ഫ്രണ്ട്സ്, തക്കാളി വിത്ത് എളുപ്പത്തിൽ പാകി മുളപ്പിക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു. ആ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഈ കാണുന്നത്. അതായത് പാകി വിത്തുകൾ 5 ദിവസം കൊണ്ട് ഏകദേശം മുഴുവനായി മുളച്ച് വരുന്നുണ്ട്. അങ്ങനെ മുളച്ച് 10 ദിവസം എത്തിയ തൈകളാണ് നല്ല സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിൽ മുറ്റത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. വിത്ത് പാകി കിളിർപ്പിച്ച ആരോഗ്യമുള്ള തൈകൾ 25 ദിവസം ആയതിനു ശേഷമാണ് പറിച്ചു നടാൻ ഒരുങ്ങുന്നത്. അമ്മമ്മക്ക് കൂട്ടിനായി ചെറിയ മോളും കൈയെല്ലാം പിന്നിൽ കെട്ടി കാഴ്ചക്കാരിയെ നിൽക്കുന്നുണ്ട്. ഈ തൈകൾ വളരെ ലോലവും ഇളന്തണ്ടോടുകൂടിയുള്ളതായാൽ ഈ വേരുകൾക്ക് ക്ഷതം തട്ടാതെ വേണം മെല്ലെ പറിച്ചെടുക്കാൻ. ഇരുപത് ഗ്രോ ബാഗുകളിലും കുറേ ചട്ടികളിലുമായി നിറക്കാനുള്ള പോട്ടിംഗ് മിക്സാണ് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. പറമ്പിലെ ചുവന്ന മണ്ണ്, കൊക്കോ പീറ്റ് ബ്രിക്ക്, വെള്ളത്തിൽ കുതിർത്ത് പൊടിയാക്കിയ ചകിരിച്ചോറ്, പിന്നെ കമ്പോസ്റ്റ് വളം എന്നിവ 3:2:1 എന്ന തോതിൽ എടുത്തിരിക്കുന്നു. കൂടെ 2 കൊട്ട ചാണകപ്പൊടി. ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത് 10 കിലോ വേമി കമ്പോസ്റ്റാണ്. പ്ലാന്റ്സ് ഹെൽത്തിയായി വളരാനും നല്ല റൂട്ട് ഗ്രോത്ത് ഉണ്ടാകാനും ഇത് സഹായിക്കും. മറ്റൊന്ന് അപ്ടെക്കിൻ്റെ സൂപ്പർ മീൽ എന്ന ഓർഗാനിക് മാനുവറാണ്. ഇത് പച്ചക്കറി വിളകളുടെ പരിപൂർണ ഉൽപാദനം സാധ്യമാകണമെങ്കിൽ തൈകൾക്ക് നല്ല ആരോഗ്യവും രോഗകീട മുക്തമായതും കരുത്തുള്ളതുമായിരിക്കണം. അങ്ങനെയുള്ള വളർച്ചയ്ക്ക് ആവശ്യമായ പോട്ടിംഗ് മിക്സാണ് ഞാൻ ഗ്രോ ബാഗുകളിൽ നിറക്കാൻ പോകുന്നത്. തൈകൾ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടുമ്പോൾ ചെടികൾക്ക് ക്ഷതം പറ്റാതെ അതായത് തണ്ടൊടിഞ്ഞു പോകാതെയും വേരുകൾ മുറിഞ്ഞു പോകാതെയും നല്ല ഹെൽത്തിയായ നല്ല കടും പച്ച നിറമുള്ള ഇലകളോടുകൂടിയ തൈകൾ തന്നെ എടുക്കണം. അങ്ങനെ ഓരോ തൈകൾ നട്ടുകൊണ്ട് അവളും പഠിക്കട്ടെ പരിസ്ഥിതി പഠനം. സീഡ് ജർമിനേഷൻ മുതൽ പ്ലാന്റ്സിൻ്റെ ഭാഗങ്ങളായ റൂട്ട്സ്, സ്റ്റെം, ലീഫ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് എല്ലാം തൊട്ടറിഞ്ഞും കണ്ടറിഞ്ഞും മണ്ണിൻ്റെ മണമറിഞ്ഞും പഠിക്കാനുള്ളൊരവസരം ഓരോ പെണ്ണുങ്ങളും അവരവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാവട്ടെ. വെരി ഗുഡ്. പോട്ടിംഗ് മിക്സ് നിറച്ച ബാഗിലേക്ക് തൈകൾ മാറ്റി വെച്ചതിന് ശേഷം 2 ദിവസം തണലിൽ വെച്ച് 2 നേരവും കുറേശ്ശെയായി വെള്ളം നനച്ചു കൊടുക്കാം. അങ്ങനെ കാർഷിക വൃത്തി ഒരു ആസ്വാദനമായി കണ്ടുകൊണ്ട് തന്നെ നമ്മളിതിനെ അടുക്കളത്തോട്ടത്തിൽ അല്ല പൂന്തോട്ടത്തിൽ തന്നെ നിരനിരയായി വെച്ചിട്ടുണ്ട്. പിന്നീട് ഇത് ഒരടിയോളം വളർച്ചയെത്തിയപ്പോൾ അതിൻ്റെ സംരക്ഷണത്തിനും പരിപാലനത്തിനുമായി സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിൽ വീണ്ടും മാറ്റിവെച്ചു. തണ്ടിന് ബലം കൊടുക്കാൻ കെട്ടിക്കൊടുത്തു. ഇടക്ക് കടലപ്പിണ്ണാക്ക് സ്ലറിയും വേമി കമ്പോസ്റ്റ് സ്ലറിയും ഒഴിച്ച് വളപ്രയോഗം നടത്തി. അങ്ങനെ വളർത്തിയ തക്കാളി ചെടിയാണ് ഇപ്പോൾ പൂവിട്ടിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.